എൻ്റെ പേര് റോസ്മേരി മാത്യു. ഞാൻ ഇരിട്ടിയിലെ മാങ്ങോട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആ സമയത്ത് എറണാകുളത്ത് OET എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വഴിയാണ് ഞാൻ ഇവിടുത്തെ കൃപാസനത്തെ പറ്റി, മാതാവിനെ പറ്റി എല്ലാം ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഞങ്ങൾ എല്ലാ ദിവസവും റൂമിൽ രാവിലെ എഴുന്നേരുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന വൈകുന്നേരത്തെ പ്രാർത്ഥനയെല്ലാം ഞങ്ങൾ ചെല്ലുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദിവസവും ഈ മാതാവിൻ്റെ ഉടമ്പടി പ്രകാരമുള്ള പുണ്യപ്രവർത്തികളും എല്ലാം ചെയ്ത് കുർബാനയെല്ലാം കണ്ടും അങ്ങനെയെല്ലാം ഞങ്ങൾ ചെയ്തു വന്നു. അങ്ങനെ OET എക്സാം നടന്നത് ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരിയിൽ OET എക്സാം നടന്നെങ്കിലും 28 ദിവസത്തിന് ശേഷം OETയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ആണെങ്കിൽ ഒരു രാജ്യത്തും പോകാൻ പറ്റില്ലാത്ത രീതിയിലുള്ള ഒരു സ്കോറായിരുന്നു. അതായത് അന്ന് അയർലൻഡിൽ പോകണമെങ്കിൽ റീഡിങ്ങിനും റൈറ്റിങ്ങിനും Bയും ബാക്കി രണ്ടെണ്ണത്തിന് സ്പീക്കിങ്ങിനൊക്കെ Bയും ബാക്കി രണ്ടെണ്ണത്തിന് C+ഉം അങ്ങനത്തെ സ്കോറായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറഞ്ഞാൽ UK-ക്കും പോകാൻ പറ്റില്ല, അയർലൻഡിലും പോകാൻ പറ്റില്ല, അങ്ങനെ രീതിയിലുള്ള സ്കോറായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങളന്ന് എക്സാമിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് അതിന് പോകുന്നതിൻ്റെ കുറച്ചാഴ്ച മുമ്പ് ഇവിടെ വന്ന് പേന വെഞ്ചരിക്കുകയും അതിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഉടമ്പടി തൈലും എല്ലാം പൂശിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആരും കാണാതെ അവിടെ പല കൊന്തയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സാം ഹോളിൽ കയറ്റില്ല. എങ്കിലും ഞങ്ങൾ കാശ് രൂപം എല്ലാം ആരും കാണാതെ ഞങ്ങളുടെ കയ്യിൽ മറച്ചു പിടിച്ചിട്ടായിരുന്നു ഞങ്ങൾ എക്സാം എഴുതിയത്. പക്ഷേ എനിക്കിങ്ങനെ ഒരു റിസൾട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ എന്നായിപ്പോയി. കാരണം ഞാൻ ഒത്തിരി വിഷമിച്ചു. കാരണം എവിടെയും പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു രീതിയിലായിപ്പോയി. ആ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കൊറോണ നിമിത്തം ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിപ്പോയി. അപ്പം എക്സാമിൻ്റെ റീവാലുവേഷനും കൊടുക്കാൻ പറ്റില്ല, എക്സാമിന് ഡേറ്റ് എടുത്തിട്ട് അത് ഫുള്ള് ഡെഫറായി പോയിക്കൊണ്ടിരിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. ഒരു ജീവിതത്തിൽ എന്താ പറയുക, ഒരു മുൻപോട്ട് എന്ന് പറയുന്ന ഒരു ചിന്ത ഇല്ല, ഒരു ഹോപ്പ് ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാതാവിനെ ദിവസവും വിളിക്കുകയും ഈ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും മൂലം ഞാൻ അന്നത്തെ പെസഹവ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഞാൻ അന്ന് പെസഹവ്യാഴാഴ്ചയുടെ അന്നായിട്ടും കൂടി ഞാൻ കുരിശിൻ്റെ വഴി ചെല്ലിയിരുന്നു. അവിടെ കുരിശിൻ്റെ വഴി ചെല്ലിക്കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ ഫോൺ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ കുറേ പേര് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് ഒരു സ്കോർ പോലും ഇല്ലാത്ത എനിക്ക് എന്തിനാണ് ഇവരെല്ലാം കൺഗ്രാജുലേഷൻസ് അയക്കുന്നേ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, അതിന് മുൻപ് പോലും ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ അയർലൻഡുകാർ സ്കോർ മാറ്റി. അപ്പം എൻ്റെ സ്കോർ വെച്ച് എനിക്ക് അയർലൻഡിൽ പോകാമെന്ന എലിജിബിലിറ്റി ആയി മാറി. എനിക്കത് എന്താ പറയുക, മാതാവിനോട് എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് അതിന് എന്താ പറയുക, എത്ര നന്ദി പറഞ്ഞാലും എനിക്കത് മതിയാവത്തില്ല. അത്രയും വലിയൊരു മിറക്കിൾ മാതാവ് എൻ്റെ സ്കോർ വരെ മാതാവിൻ്റെ ഇഷ്ടപ്രകാരം അയർലൻഡ് സ്കോർ മാറ്റാൻ മാതാവ് കാണിച്ച ആ ഒരു തിരഹിതത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. മാതാവിനെ വഴി ഞാൻ ഈശോയെ ഒത്തിരി മഹത്വപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം പിന്നീട് കൊറോണ വന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓരോ പേപ്പർ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് കുരിശ് വരച്ചായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ ഡിലേ ഉണ്ടായിരുന്നെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാം ഓരോ സാഹചര്യങ്ങൾ മൂലമാണെന്ന്. എങ്കിലും എൻ്റെ OETയുടെ ഡിസിഷൻ ലെറ്റർ കിട്ടാൻ ഒത്തിരി ലേറ്റായിരുന്നു. എങ്കിലും മാതാവ് എനിക്ക് എനിക്ക് പോകേണ്ട സമയപ്പം മാതാവ് എനിക്ക് അതെല്ലാം ശരിയാക്കി തന്നു. അതുപോലെ എൻ്റെ OET എക്സ്പയർ ആകാൻ വേണ്ടിയിട്ട് വെറും 3 മാസം ഉള്ളപ്പോഴാണ് ഞാൻ അയർലൻഡിലെത്തിയത്. അവിടുത്തെ ചെന്നിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാം ആണെങ്കിലും ഭയങ്കര ടഫായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ മാതാവേ, ഇനി എനിക്ക് തിരിച്ചു പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് വീണ്ടും DL എന്തോ എടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ള OETയുടെ സ്കോർ എനിക്കില്ല, ആ സമയം എനിക്കില്ല. അതിനെല്ലാം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ കസിനുണ്ട്. അവൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു. പക്ഷെ അവന് സാമ്പത്തികമായിട്ട് അതിന് പേയ്മെൻറ്റ് ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു. അപ്പം അവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം അവൻ BCom നല്ല രീതിയിൽ 80 above% പാസ്സായി. അവൻ CAT പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞായിരുന്നു, ചേച്ചി ഇവിടെ വരുമ്പോൾ എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ അവൻ്റെ കാര്യം കൂടി ഞാൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അവൻ CATും ക്ലിയറായി. അവന് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ ബിസിനസ് MBA പാസ്സാവുകയും കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ അവന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ അവന് IDPയിൽ ജോലി കിട്ടുകയും ചെയ്തു. അത് മാതാവ് അവന് നൽകിയ, അവൻ്റെ കുടുംബത്തിന് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ലോണുണ്ടായിരുന്നു, ഹൗസ് ലോണ്. അത്
എൻ്റെ പപ്പായ്ക്ക് ഞങ്ങൾ 2 പെൺമക്കളാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയും നഴ്സിംഗ് പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടെ പഠിത്തവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാരണം പപ്പായ്ക്ക് അത് എങ്ങനെ വീട്ടുമെന്ന് അറിയത്തില്ലാതെ പപ്പ ഭയങ്കര മനോവിഷമത്തിലായിരുന്നു. മാതാവിനും ഈശോയുടെയും നാമത്തിൽ എനിക്ക് ജോലി കിട്ടിയതിന് മൂലം എനിക്ക് അവിടെ ചെന്ന ആദ്യത്തെ മാസങ്ങളുടെ സാലറി കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ലോണൊക്കെ അടച്ച് വീട്ടുകാരും എല്ലാവരും ഭയങ്കര ഇപ്പോൾ ഹാപ്പിയായി ജീവിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഞാൻ ചെന്നപ്പോൾ ആണെങ്കിൽ ഞാൻ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലായിരുന്നു നേഴ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക എന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഈ അടുത്തായിരുന്നു, ഞാൻ ഈ ഫെബ്രുവരിയിലാണ് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എൻ്റെ കയ്യിൽ ഒരു കാശ് രൂപ ഉണ്ടായിരുന്നു. അത് ഞാൻ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥം മൂലമാണ് ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഒരു ഡ്രീം ജോബായിട്ടുള്ള അവിടുത്തെ ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടിയത്. ഞാൻ 2019 എടുത്ത ഉടമ്പടിയാണെങ്കിലും ഈ സമയം ഇന്നാണ് എനിക്ക് ഇവിടെ വന്ന് പറയാൻ സാധിച്ചത്. പല സാഹചര്യങ്ങളിലും എനിക്ക് പറയാൻ സാധിച്ചില്ല. അതിന് എൻ്റെ പ്രിയപ്പെട്ട മാതാവിനോട് ഞാൻ ഒത്തിരി ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3:12 അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. തിരുവചനം അരുളി ചെയ്യുന്നത് പോലെ തൻ്റെ